Hi friends, welcome to J2 Tech and Vlogs. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്നുള്ളത് PixelLab എന്നൊരു ആപ്ലിക്കേഷനാണ്. ഒരു ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇമേജ് എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അല്ലാതെ നമ്മൾ ഇമേജിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരുപാടുണ്ട്. ഫോട്ടോഷോപ്പ് പോലെ ഒരുപാട് നമുക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മൾ ഒരു ബാനറോ അല്ലെങ്കിൽ ഒരു തമ്പനെയില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലയർ അങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതായത് നമുക്ക് ഇമേജും മറ്റു പലതുമായിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രൗഷറോ നമുക്ക് ഫ്ലയറോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്ററോ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ PixelLab എന്നുള്ളത്. പക്ഷെ എന്നാൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സിനെ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നു. കാര്യം ഇതിനകത്ത് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് കൂടിയ ടൂൾസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെ ടൂൾസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ PixelLab എന്നുള്ളത്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും ഈ ഒരു PixelLab ഉപയോഗിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നമുക്ക് തമ്പനെയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ UI തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ടൂൾസ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ടൂൾസ് എല്ലാം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ബേസിക് രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ നമുക്കൊരു തമ്പനെയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ PixelLabന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഇന്റർഫേസ് ആണിത്. ഇതിൽ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ടൂൾസ് ഉണ്ട്, താഴെയും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നായിട്ട് ആദ്യം കാണേണ്ടത് ഈ ഒരു സ്ക്രീൻ നമുക്ക് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ഭാഗം വന്നിരിക്കുന്നത്. അവിടെ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേരുകൾ വന്നിട്ടുണ്ട്. അത് ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ തരുന്നതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെസ്റ്റ് പോകുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് അതിന് മുന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസ് വേണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഏറ്റവും മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ 3 ബട്ടൺ പോലെ നമുക്ക് കാണാൻ പറ്റും, 3 ഡോട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഇമേജ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ആയിട്ട് നമുക്ക് ഏത് റെസൊല്യൂഷൻ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ നമുക്ക് ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സൈസിൽ നമുക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ വേണം, സ്ക്വയർ എടുക്കാം. പ്രൊഫൈൽ പിക്ചറിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിന്റെ ബാനർ, അതുപോലെ തന്നെ യൂട്യൂബ് തമ്പനെയില്, ഫേസ്ബുക്കിന്റെ കവർ ആർട്ട് ഉണ്ട്, അതുപോലെ ഗൂഗിൾ പ്ലസ് കവർ ഫോട്ടോ, ട്വിറ്റർ ഹെഡ് സൈസ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ യൂട്യൂബ് തമ്പനെയിലാണ്, തമ്പനെയിൽ സെറ്റ് ചെയ്തതിന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓക്കെ കൊടുത്താൽ മതി. എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് ആ നമ്പേഴ്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമുക്ക് ആ ഒരു റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അതായത് നമ്മൾ ആ യൂട്യൂബിന്റെ തമ്പനെയിലിന്റെ സൈസിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വെളിയിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എടുത്ത് ആഡ് ചെയ്യാം, അതായത് ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനായിട്ട് താഴെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ 2 സ്ക്വയർ വരുന്ന ഒരു ഐക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ എന്നൊരു ഓപ്ഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കളർ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഗ്രേഡിയന്റ് എന്നൊരു ഓപ്ഷനോട് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേഡിയന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രേഡിയന്റിന് നമുക്ക് ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രേഡിയന്റ് ആണ്. നമുക്ക് ഏത് ഗ്രേഡിയന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് താഴെ നമുക്കൊരു പ്ലസ് എന്നൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ആ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡിയന്റിന്റെ ആ ഒരു ഡെപ്ത് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിന്റെ ആ ഒരു ഗ്രേഡിയന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ട്. നമുക്കൊരു PNGയോ അല്ലെങ്കിൽ ഇമേജോ എന്ത് വേണം നമുക്ക് ഇതിന്റെ മുന്നിലായിട്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ പ്ലസ് എന്നൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് ടെക്സ്റ്റ്, അതുപോലെ തന്നെ കറണ്ട് ഡേറ്റ്, സ്റ്റിക്കർ, നമുക്ക് ഷേപ്പ്, ഗാലറി, അല്ലെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പ്ലസ് ഐക്കൺ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഫ്രം ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമേജ് ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു PNG ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ക്രോപ്പ് സൈസ് നമുക്ക് വരുന്നതാണ്. നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്തതിന് മുന്നേ ആയിട്ട് ക്രോപ്പ് സൈസ് വരുന്നതാണ്. നമുക്ക് എത്ര വേണം സൈസ് വേണം നമുക്ക് എടുക്കാവുന്ന വേണ്ടി ആ ഒരു ക്രോപ്പ് സൈസ് തന്നെ ആദ്യമേ തന്നെ വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ.
അതിനുശേഷം നമുക്ക് അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് എന്ത് വേണം, ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, അതിന്റെ നമുക്ക് ഡയറക്ഷനോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനോ എന്ത് വേണം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. ഒരു PNG ഇമേജ് ആണ്. അതിന്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വേണം ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു PNG ഇമേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിന്റെ ഒരുപാട് തമ്പനയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാവുന്നതാണ് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ വൈറ്റ് ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട്. അത് ഇതിന്റെ നമുക്ക് വളരെ എളുപ്പം തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇപ്പൊ നമ്മൾ ഇമേജിനെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നടുക്കായിട്ടൊരു പോളിഗൺ ടൈപ്പിലൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രോക്ക് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അതിന്റെ നമുക്ക് സൈസ് കൂട്ടണമെന്നുണ്ടല്ലോ, ആ സ്ട്രോക്കിന്റെ സൈസ് കൂട്ടണമെന്നുണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. അതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്ട്രോക്ക് നമുക്ക് കൂടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കളർ വേണം ചേഞ്ച് ചെയ്യും. ഇപ്പം വൈറ്റ് ആണ് മിക്കവാറും ഉപയോഗിക്കുന്ന ആൾക്കാർ. നമുക്ക് അത് ഏത് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ഉണ്ട്. നമുക്ക് ഏത് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഇമേജ് വെച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് ഒരു 2 എണ്ണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഇമേജിനെ. അതുപോലെ തന്നെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഇമേജ് നമ്മൾ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റോ ഇമേജോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ആ ഒരു ഇമേജിന്റെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ ഇമേജിന്റെ ഫ്രണ്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റുന്ന പോലെ തന്നെയുള്ള ഒരു പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇമേജ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജിന്റെ കളർ ചേഞ്ച്, അതായത് ഫുൾ കളറും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളറാണോ വേണ്ടത് അതിപ്പം ആ ഒരു കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ ഗ്രേഡിയന്റ് ആണെങ്കിൽ ഗ്രേഡിയന്റ് കൊടുത്താലും ആ ഒരു രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഫുള്ള് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ എനേബിൾ നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് മാറുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ടെസ്റ്റർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഒപ്പാസിറ്റി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റിയുടെയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കളർ ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. സ്ട്രോക്ക് ഞാൻ മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ് സ്ട്രോക്ക്. പിന്നെ വരുന്നത് ഇറേസർ. നമുക്ക് എന്തെങ്കിലും ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇറേസർ കൊടുത്തിട്ടുണ്ട്. മാസ്കിങ് നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ചെറിയ രീതിയിലുള്ള മാസ്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ മുൻപ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയുള്ള റൊട്ടേറ്റ് ഓപ്ഷനും 3D റൊട്ടേറ്റ് ഓപ്ഷനും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3D റൊട്ടേറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ X ആക്സിസും Y ആക്സിസും ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടും നമുക്ക് ആ ഒരു എഫക്റ്റീവ് കിട്ടാൻ വേണ്ടി, ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അതിനുശേഷം 3D ഷേപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതത്ര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നൊരു ഓപ്ഷൻ ഷാഡോ ആണ്. നമുക്ക് ആ ഒരു ഇമേജ് ആഡ് ചെയ്ത് നമുക്ക് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുന്നതാണ്. അതിനുവേണ്ടിയാണ് ആ ഷാഡോ യൂസ് ചെയ്യുന്നത്. അതിനും നമുക്ക് റേഡിയസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്ട്രെങ്തും അല്ലെങ്കിൽ ആ ഒരു സൈസ് നമുക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ വരുന്നത് ഇന്നർ ഷാഡോ ആണ്. ഇന്നർ ഷാഡോ കൂടുതലായിട്ട് എഫക്റ്റീവ് ആണ് ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ്. അത് നമുക്ക് ആ സമയത്ത് കാണിച്ചു തരാം ആ ഒരു ഇന്നർ ഷാഡോ. ഇപ്പൊ നമുക്ക് ഇവിടെ ഇന്നർ ഷാഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എഫക്റ്റീവായിട്ട് തോന്നത്തില്ല. പിന്നെ എംബോസ് എന്നൊരു ഓപ്ഷനാണ്. എംബോസിന്റെ അകത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നമ്മൾ അതെല്ലാം ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ എംബോസ് എന്ന് പറയുന്നതല്ല. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പ്ലസ് ഐക്കൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടെസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് എങ്ങോട്ടും നോക്കാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ടെസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം മലയാളം ടെസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു സൈസ് നമുക്ക് ഇവിടെ തന്നെ ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എത്ര സൈസ് വേണമെന്നുള്ളത് നമുക്കിനി അതിന്റെ ഒരു കുറച്ച് എഡിറ്റിംഗ് ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ എ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് ഇതിന്റെ ടെസ്റ്റിന്റെ നമ്മൾ എഡിറ്റിംഗ് എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ടെസ്റ്റ് എഡിറ്റ് ചെയ്യാനോ അതിനെ ഡിലീറ്റ് ചെയ്യാനോ നമ്മൾ കോപ്പി ചെയ്ത് വെക്കാനും പിന്നെ ടു ഫ്രണ്ട് ബാക്ക് അത് ഞാൻ ഇവിടെ കാണിച്ചാൽ ഇപ്പം ഈ ഒരു ഇമേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് ആ ഒരു ടെസ്റ്റ് വന്നിരിക്കുന്നത്. അത് ബാക്കിലേക്ക് ആക്കാനായിട്ട് ആ ബാക്കിലേക്കുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് ആവുന്നതാണ്. ടു ഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഫ്രണ്ടിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ സൈസ് ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അവിടെ ഡ്രാഗ് ചെയ്താൽ തന്നെ അതിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പാഡിംഗ് ആണ് വരുന്നത്. റൈറ്റും ലെഫ്റ്റും ആയിട്ടുള്ള പാഡിംഗ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പിന്നെ വരുന്ന കളറാണ്. നമുക്ക് ഏത് കളർ വേണമെന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാനുള്ള കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്.
നമുക്ക് അവിടെയും ഈ ഗ്രേഡിയന്റ് എല്ലാം ഉള്ളതാണ്. നമുക്ക് ഏത് ഗ്രേഡിയന്റ് വേണമെങ്കിലും നമുക്ക് ആ ഒരു ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പറഞ്ഞ പോലെ നമ്മൾ ആ ഇമേജിന്റെ പോലെ തന്നെയാണ് ടെസ്റ്ററും അതുപോലെ തന്നെ ഒപ്പാസിറ്റി എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് ആണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ എന്നാലും കൂടുതലും ഇതിന്റെ ഫോണ്ട് എഫക്റ്റീവ് ആകുന്നത് ഇംഗ്ലീഷിന്റെ ഫോണ്ടിലേക്കാണ് വരുന്നത്. മലയാളം ഫോണ്ടിലേക്ക് നമുക്ക് അത്ര കാര്യമായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം ഫോണ്ടും ആഡ് ചെയ്യാം. ഞാനിവിടെ മലയാളം ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആ മലയാള ഫോണ്ടും അത്ര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മലയാള ഫോണ്ട് വരുമ്പോഴേക്കും ഇംഗ്ലീഷ് ഫോണ്ടിന്റെ ആ ഒരു ഇത് പോകുന്നതാണ്. നമുക്കത് വേറെ ഒരുപാട് സെറ്റിംഗ്സിലൂടെ മാത്രമേ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാള ഫോണിലൂടെ നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് ഫോണ്ടും മലയാള ഫോണ്ടും ഒരുമിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതുകൊണ്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടിന്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ടെസ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ടെസ്റ്റിന്റെ അലൈൻ ആണ്. നമുക്ക് ഏത് അലൈൻ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പേസിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലെറ്ററിന്റെ സ്പേസ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേർഡ്സിന്റെ സ്പേസിംഗ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് മുൻപ് നമ്മൾ ആ ഇമേജിൽ കാണിച്ചതുപോലെ തന്നെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും കളറൊക്കെ വെച്ച് നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് സ്ട്രോക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്നർ ഷാഡോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടെസ്റ്റിലാണ് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു കളർ ചേഞ്ച് വരുന്നതാണ്. ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റീവ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എംബോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എംബോസ് ടെസ്റ്റിലും അത്ര കാര്യമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ വരുന്ന മുൻപുള്ള പോലെ തന്നെ ഇതിന്റെ ആ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള നമുക്ക് 3D ഒരു ടെസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ അകത്തുള്ള ഈ ഒരു 3D ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ, അതായത് നമ്മൾ 3D റൊട്ടേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു വല്ലാത്ത രീതിയിലാണ്, അത്ര കാര്യമായ ഒരു ഡെപ്തോ അല്ലെങ്കിൽ ഒരു 3D ആയിട്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് തോന്നത്തില്ല ആ ഒരു 3D ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ള 3D ഷാഡോയും ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന ടെസ്റ്റിന്റെ റിഫ്ലക്ഷൻ അതുപോലെ താഴോട്ട് വരുന്ന ഒരു വെള്ളത്തിൽ കാണുന്ന പോലുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓപ്ഷനാണിത്. ഇത്രയുമൊക്കെയാണ് നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ എന്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജസ്റ്റ് ബേസിക്, ഇത്രയും ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു തമ്പനെയിലോ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു പ്രൊജക്ട് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആസ് പ്രൊജക്ട് അല്ലെ സേവ് ആസ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സേവ് ആസ് പ്രൊജക്ട് എന്നാണെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആയിട്ടാണ് അത് സേവ് ആകുന്നത്. അപ്പൊ നമുക്ക് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇമേജ് നമുക്ക് എങ്ങോട്ട് വേണ്ടി പ്ലേസ് ചെയ്യാനോ അങ്ങനെ നമുക്കുള്ള ഓപ്ഷൻസ് നമുക്ക് പ്രൊജക്റ്റ് ആണെങ്കിൽ പറ്റും. ഇമേജ് ആണെങ്കിൽ അത് സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മുകളിലത്തെ ഏറ്റവും സൈഡിൽ കാണുന്ന 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് JPG-യിലാണ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ആ ഒരു റെസൊല്യൂഷൻ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിനുശേഷം സേവ് ടു ഗാലറി കൊടുക്കുക. നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് നേരിട്ട് ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. അതല്ല നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊജക്ട് സേവ് ആവുന്നതാണ്. പിന്നെ ഇതിലൊരു അഡീഷണൽ ആയിട്ടൊരു പ്ലസ് പോയിന്റ് കാര്യം പറഞ്ഞുതരാം. അതായത് മുകളിൽ കാണുന്ന ആ ഒരു 2 കോമയുടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറെ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറെ നമുക്ക് എന്താ പറയുക കോട്ട്സ് കിട്ടുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ കോട്ട്സ് ഉണ്ട്. നമുക്ക് പല ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. മോട്ടിവേഷൻ ഉണ്ട്, സക്സസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യായിട്ട് കോട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഇവിടെ ഒരു എന്താ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചും വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ.